ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവശാസ്ത്രം 10ാം ക്ലാസ്സിൻ്റെ ഭാഗം 1 എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മലയാളം മീഡിയത്തിൻ്റെ 10ാം ക്ലാസ് ബയോളജിയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തേത് ജീവൻ്റെ ജനിതകം എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത്, ജീവൻ്റെ ജനിതകം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പറയുന്നത് ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ കാര്യമാണ്. രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ കാര്യമാണ്. നമ്മൾ ബയോളജിയാണ് പഠിക്കുന്നത്, ബട്ട് രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഈ ജീൻ എഡിറ്റിങ്ങിൻ്റെ സയൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നോബൽ എമ്മാനുവൽ കാർപ്പൻറ്റിയർ ജെനിഫർ എ ഡൗന എന്നിവർ പങ്കിട്ടെടുത്തു. നോബൽ പ്രൈസ് നേടിയത് എമ്മാനുവൽ കാർപ്പൻറ്റിയർ ആൻഡ് ജെനിഫർ എ ഡൗഡ്ന എന്നുള്ള 2 പേരാണ്. DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയ, അതായത് ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് CRISPR-Cas9 എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാലാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അത് ബേസിക്കായിട്ട് നോക്കേണ്ട കാര്യം, ഇത് ജീൻ എഡിറ്റിംഗ് എന്നുള്ള ടെക്നോളജി, അതിനെ CRISPR-Cas9 എന്നാണ് വിളിച്ചത്. ഇതിനാണ് ഈ 2 പേർക്കും 2020 രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഇത് ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തിനൊക്കെയാണ്? ക്യാൻസർ ചികിത്സ ആൻഡ് ജനിതക രോഗ ചികിത്സ, ജനറ്റിക് ഡിസീസുകൾ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ വിപ്ലവകരമായൊരു പുരോഗതി ഉണ്ടാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാൻ നമുക്ക് പുതിയ തരം വിത്തിനങ്ങൾ, പുതിയ ഇനം കോമ്പിനേഷനുള്ള കാര്യങ്ങളൊക്കെ വികസിപ്പിക്കാനും ഈ CRISPR-Cas9 ടെക്നോളജി എന്ത് ചെയ്യും? ഉപകരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ രോഗചികിത്സയിലും മറ്റും വിപ്ലവകരമായ മാറ്റങ്ങൾക്കിടയാകുന്ന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ലേഖന ഭാഗം വായിച്ചുവല്ലോ, നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി ആലോചിച്ച് പറയുകയാണ്, ജീനിനെ കാണാൻ കൂടി കഴിയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതിനെ എഡിറ്റ് ചെയ്യാനാകുക? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണല്ലേ. അതായത് നമുക്ക് എന്താണ് ഈ ജീൻ എന്നൊന്നും പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ണിനെ പറ്റിയോ മൂക്കിനെ പറ്റിയോ പറയുന്ന പോലെയല്ലല്ലോ. ജീനിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്കത് നമുക്ക് എന്താ പറയുക, കണക്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതെങ്ങനെയാണ്, ഇതിൻ്റെ ടെക്നോളജി എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് വരുന്നതെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. നിങ്ങൾക്കും ഈ സംശയം ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പം നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങൾക്കൊക്കെ ഉണ്ടായൊരു സംശയമാണ്. അപ്പോൾ അത് നമ്മൾ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ DNA എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് DNA. പിന്നെ നമ്മൾ ജീൻ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഇവയെ പറ്റിയുള്ള DNAനെയും ജീനിനെയും പറ്റിയുള്ള ആഴത്തിലുള്ള ധാരണയെയാണ് ജീൻ എഡിറ്റിങ്ങിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളത്. DNA, ജീൻ എന്നിവയുടെ സ്ഥാനം, സൂക്ഷ്മഘടന എന്നിവ മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ഈ ചിത്രം 1.1 നിരീക്ഷിച്ചിട്ട് DNAയുടെ സ്ഥാനം സംബന്ധിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനുള്ളൊരു ആക്ടിവിറ്റി നമുക്കുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കതൊന്ന് പഠിക്കാം. അതായത് ഇതാണൊരു സെല്ല്, ഇവിടെ കാണിച്ചിരിക്കുന്നതാണൊരു സെല്ലിനകത്ത് ന്യൂക്ലിയസ് എന്നുള്ളൊരു ഭാഗമുണ്ട്. എന്നിട്ട് നമ്മൾ ആ ന്യൂക്ലിയസിനെ ഒന്ന് എൻലാർജ് ചെയ്ത് വരയ്ക്കുക ചെയ്തത്. ന്യൂക്ലിയസിനെ വലുതാക്കി വരച്ച സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റി? 2 ക്രോമസോമിനെ കാണാൻ പറ്റി. 2 ക്രോമസോമിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. 2 ക്രോമസോംസ് ഉണ്ട്. ഇപ്പോൾ ഇതേപോലെ ഒരു ക്രോമസോമും കൂടെ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. ആ ക്രോമസോമിൻ്റെ ഈ ഭാഗം എടുത്ത് നോക്കുകയാണ് നമ്മൾ കേട്ടോ. ഭാഗം എടുത്ത് നോക്കിയപ്പോഴാണ് നമുക്ക് എന്ത് കാണാൻ പറ്റിയത്? DNA. അതായത് ഒരു ക്രോമസോമിനുള്ളിൽ DNAനെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഈ ക്രോമസോമുകളെ ന്യൂക്ലിയസിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ന്യൂക്ലിയസ് ഒരു സെല്ലിനകത്താണ് കാണപ്പെടുന്നത്. അപ്പോൾ DNAയുടെ സ്ഥാനം മനസ്സിലാക്കിയല്ലോ. DNA എന്ന ന്യൂക്ലിയിക് ആസിഡിൻ്റെ ഘടന അനാവരണം ചെയ്തത് ജീവശാസ്ത്ര പഠനങ്ങളിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് DNAയുടെ സ്ട്രക്ചർ എന്താണ്, DNAയുടെ ഘടന എന്താണെന്നാണ് പഠിക്കാൻ പോണത്. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും, നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ 2 പേരും, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. ഇവരാണ് DNAയുടെ ചുറ്റുകോവണി മാതൃക അവതരിപ്പിച്ചത്. റോസലിൻ ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA-യുടെ ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റോസലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങൾ പ്രശസ്തമായ ഫോട്ടോ 51 ഫോട്ടോ 51
എന്ന ചിത്രത്തിൽ നിന്നാണ് ഈ കണ്ടെത്തലിനിടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. അപ്പോൾ ഫോട്ടോ 51 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ നിന്നാണ് വാട്സണും ക്രിക്കും എന്ത് ചെയ്തത്, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും DNA-യുടെ ചുറ്റുകോവണി മാതൃക തയ്യാറാക്കുന്നത്. ഫോട്ടോ 51 എടുത്തത് ആരാണ്? റോസലിൻഡ് ഫ്രാങ്ക്ലിനാണ്. അദ്ദേഹത്തിൻ്റെയും മോറിസ് വിൽക്കിൻസിൻ്റെയും ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ വഴിയുള്ള DNA-യുടെ ചിത്രത്തിൽ നിന്നാണ് പിന്നീട് വാട്സൺ ആൻഡ് ക്രിക്ക് ഡബിൾ ഹെലിക്കൽ മോഡൽ, അതിലേക്ക് ചുറ്റുകോവണി മാതൃക തയ്യാറാക്കിയെടുക്കുന്നത്. 1958 റോസലിൻ ഫ്രാങ്ക്ലിന് അന്തരിച്ചു പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അന്തരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് മിസ്സായി പോയതാണ് എന്ത്, DNA-യുടെ ചുറ്റുകോവണി മാതൃക കണ്ടെത്തിയതിന് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും 1962 മെഡിസിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ നമ്മുടെ റോസലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് ആ സമയമായപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കി DNA-യുടെ സ്ട്രക്ചർ നമ്മൾ ഇനി സീരിയസ് ആയിട്ട് DNA-ൻ്റെ മാത്രം ഒരു സ്ട്രക്ചർ എടുത്ത് പഠിക്കാൻ പോവുകയാണ്. ഇതാണ് DNA. ആ DNA-ൻ്റെ ഉള്ളിൽ എന്താണ് ഈ കാണുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. DNA-ൻ്റെ ഈ ഭാഗം എടുത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാം. ഒരു വീട് പോലത്തെ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട് അല്ലേ? വീട് പോലത്തെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് പഞ്ചസാര തന്മാത്ര. പിന്നെ അതിനെ അതായത് ഇവിടെ കാണുന്ന പഞ്ചസാര തന്മാത്രയെയും ഈ പഞ്ചസാര തന്മാത്രയെയും കണക്ട് ചെയ്യുന്നതിനെ പറയുന്ന ഈ ഏരിയനെ പറയുന്ന പേരാണ്, ആ ഒരു മൂലകത്തിന് അല്ലെങ്കിൽ ആ ഘടകത്തിന് പറയുന്ന പേരാണ് ഫോസ്ഫേറ്റ് തന്മാത്ര. ഫോസ്ഫേറ്റ് തന്മാത്ര. ഇനി നമുക്ക് ഇതിലൊരു പടി പോലെ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഷുഗറിൻ്റെ ഒരു ലെയർ പോകുന്നുണ്ട്, ഇതിലൂടെ ഷുഗർ ഫോസ്ഫേറ്റിൻ്റെ ഇവിടെയും ഷുഗർ ഫോസ്ഫേറ്റ് ലെയർ ഉണ്ട്. ഈ രണ്ട് ഷുഗർ ഫോസ്ഫേറ്റ് ലെയറിനെയും കണക്ട് ചെയ്ത് ഒരു ചുറ്റുകോവണി കോണിപ്പടികൾ പോലെയുള്ള പടികളിനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? നൈട്രജൻ ബേസുകൾ എന്നാണ് പറയുന്നത്. ഇതൊരു നൈട്രജൻ ബേസാണ്, അഡിനിൻ തൈമിൻ. ഇവർ തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കൻ മൊത്തത്തിലാണ് കോണിപ്പടി എന്ന് പറയുന്നത്. അങ്ങനെ 4 നൈട്രജൻ ബേസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇത് കാണാണ്ട് പഠിക്കേണ്ടതാണ് കേട്ടോ. ഒരുപാട് തവണ ആവർത്തിച്ചാൽ മതി. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒരു DNA-യിൽ കാണപ്പെടുന്ന പ്രധാന സ്ട്രക്ചർ എന്തൊക്കെയാണ്? നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു പഞ്ചസാര തന്മാത്രയെ കാണാൻ പറ്റും. പിന്നെയോ അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് തന്മാത്രയെ കാണാൻ പറ്റും. എന്തിനാണ്? 2 പഞ്ചസാര തന്മാത്രയെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഫോസ്ഫേറ്റ് തന്മാത്ര കാണും. ഇനി 2 ഫോസ്ഫേറ്റ് പഞ്ചസാര തന്മാത്രകളുടെ 2 ലെയറുകൾ, 2 കൈവരികൾ പോകുന്നുണ്ട് അല്ലേ? അതിനെ കണക്ട് ചെയ്തുകൊണ്ട് നൈട്രജൻ ബേസുകൾ കാണാൻ പറ്റും. നൈട്രജൻ ബേസുകൾ 4 തരത്തിലാണുള്ളത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിലേതെങ്കിലും 2 പെയർ ചെയ്തിട്ടാണ് നമ്മുടെ കോണിപ്പടികൾ ഉണ്ടാവുന്നത്. ഇങ്ങനെ പെയർ ചെയ്തിട്ടാണ് നമ്മുടെ കോണിപ്പടികൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചല്ലോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് പറയുന്നത്? ഒരു DNA-യുടെ സ്ട്രക്ചർ എന്തൊക്കെയാണ് പറയുന്നത് പറയൂ. അതായത് കൈവരികളിൽ പഞ്ചസാര തന്മാത്രയും ഫോസ്ഫേറ്റ് തന്മാത്രയും ഉണ്ടാവും. അത്തരത്തിലുള്ള 2 കൈവരികൾക്കിടയിൽ പടികളാണ് നൈട്രജൻ ബേസുകൾ. ഒരു പടിയുമേ 2 നൈട്രജൻ ബേസ് ഉണ്ടാവും. അപ്പം നമ്മളിതിൽ പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അഡിനിൻ തൈമിനോടാണ് പെയർ ചെയ്യുക, ഗ്വാനിൻ സൈറ്റോസിനോടാണ് പെയർ ചെയ്യുക. ഇവർ തമ്മിലേ പെയർ ചെയ്യുള്ളൂ. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിലിനി നമുക്കൊരു പഞ്ചസാര തന്മാത്ര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ്. ഇതാണല്ലോ ഇതിൻ്റെ പ്രധാന ഘടകം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊരു DNA ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ മാത്രം എടുത്ത് നോക്കുമ്പോൾ അതിനെ നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയുന്നത്. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ്. ഇതിനെയാണ് നമ്മളൊരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയാം കേട്ടോ. ഒരു DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ഒരു ന്യൂക്ലിയോടൈഡും, ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ് ഓരോ ന്യൂക്ലിയോടൈഡും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂക്ലിയോടൈഡിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നൈട്രജൻ ബേസ്,
ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ന്യൂക്ലിയോടൈഡിൽ പിന്നെന്താ വരുന്നത്, ഈ പഞ്ചസാര തന്മാത്ര. അപ്പോൾ ഇത്രയാണ് നമ്മുടെ DNA യുടെ സ്ട്രക്ചർ പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം. താങ്ക്